സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് പാക്കുകളൊക്കെ പരീക്ഷ നോക്കിയിട്ട് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഐസ് ഫേസ് പാക്ക്. ഇത് ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. രാവിലെ മാത്രം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വേറെ ഒരു സാധനം ചെയ്യാനില്ല. രാവിലെ മാത്രം ഇത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത് കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ഇത് വ്യക്തമായിട്ട് മനസ്സിലായതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഐസ് ഫേഷ്യലാണ്. അപ്പോൾ നിങ്ങളിത് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എന്തായാലും ഐസ് ഫേഷ്യൽ, ഐസ് വെച്ചിട്ടുള്ള ഫേഷ്യലാണോ? ഐസ് വെച്ചിട്ടുള്ള ഫേഷ്യലല്ല, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഓപ്പൺ പോഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്കിന്നായിട്ടുള്ള അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ മാറ്റുന്നതിനും സ്കിന്ന് നന്നായിട്ടൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ സിമ്പിളായിട്ട് സഹായിക്കുന്ന ഒരു ഐസ് ഫേഷ്യലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതൊരു ഫേഷ്യലായിട്ട് പറയാൻ പറ്റില്ല, ഫേസ് പാക്ക് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഐസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെള്ളം പോലത്തെ ഐസ് വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഐസ് ക്യൂബ്സ് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്കിന്നിൽ പഫ്നെസ് ഒക്കെ കുറയ്ക്കുന്നതിനൊക്കെയാണ് സഹായിക്കുന്നത്. അതല്ലാതെ യുവത്വം നിലനിർത്തുന്നതിന് സഹായിക്കും, പക്ഷെ ഭയങ്കര റയറാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിസൾട്ടൊക്കെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടൊന്നും നമുക്ക് ഐസ് ക്യൂബ്സ് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാറില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നെസ് കിട്ടും. നമ്മൾ രാവിലെ എഴുതുന്ന ഐസ് ക്യൂബ് എടുത്ത് വെച്ച് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് ബ്രൈറ്റ്നെസ് ആവാനും ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ പിമ്പിൾസ് കുറയ്ക്കുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും പറയല്ല, നമുക്ക് എന്തായാലും ഇനി പാക്ക് ഉണ്ടാക്കുന്നതിനാണ് നോക്കാം. അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ആദ്യം ടൊമാറ്റോ ആണ്. ഒരു ചെറിയ കഷ്ണം, ഒരു ഹാഫ് ആയിട്ടുള്ള ടൊമാറ്റോ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അത് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ടൊമാറ്റോ ഇതുപോലെ വെള്ളമായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഞാനിവിടെ കസ്തൂരി മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കോഫി പൗഡർ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഉപയോഗിച്ചത്. കോഫി പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്നതാണ്. പിന്നെ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസിൽ ഉണ്ടാവുന്ന ടാനൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടാനിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഹണി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടതാണ്. ഹണി എന്ന് പറയുന്നത് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് കോഫി പൗഡറാണ്. ബാക്കിയൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ടാനൊക്കെ എല്ലാവരുടെയും ദേഹത്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹണി മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇനി നമ്മൾ ചേർക്കുന്ന മുൾട്ടാണി മിട്ടിയാണ്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മുൾട്ടാണി മിട്ടിയും അതേപോലെ തന്നെ ടൊമാറ്റോയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഐസ് ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്. ഇനി നമുക്കിത് ചെയ്യാനുള്ളത്, നമുക്ക് നോർമലായിട്ട് ഐസ് ആക്കാൻ വയ്ക്കുന്ന സാധനമില്ലേ, ഈ ഒരു സംഭവം. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓടി എടുത്ത സമയത്ത് ആലോചന, എനിക്ക് പേരറിയില്ല. ഓക്കെ, ഈ ഒരു സാധനം കണ്ടാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. അതിലേക്ക് നമ്മളിത് അപ്ലൈ അല്ല ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇല്ല, നിങ്ങൾക്ക് കയ്യിൽ പാത്രമാണുള്ളെങ്കിൽ കുഴപ്പമില്ല, പാത്രത്തിൽ ഐസാക്കി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇതിൽ തന്നെ ഒഴിച്ച് വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഐസായിട്ട് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഫേസിലേക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ഐസാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് റെഫ്രിജറേറ്ററിൽ തന്നെ വെക്കണം. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഐസ് ആവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്. ഇത് ഐസായിട്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടാൻ സഹായിക്കും. കുറച്ചും കൂടി സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഇതിൽ പിന്നെ ഞാൻ ഇത് സ്കിപ്പ് ചെയ്തിട്ടില്ല. ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ടൈം ഒന്നും നിങ്ങൾക്ക് റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് ഇത് എടുത്ത്
കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് അത്രയും മതി. അതിൽ കൂടുതലൊന്നും റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ റെഡ്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് പിടിക്കുന്നത് വരെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് എത്ര ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു 3-4 ദിവസം സ്റ്റോർ ചെയ്യും. ഇപ്പം ഞാൻ ഇതിൽ ഉണ്ടാക്കുന്ന 4 എണ്ണമാണ്. ഇത് 4 എണ്ണം 4 ദിവസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് രാവിലെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു എടുത്ത് പറയാനുള്ളത്, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. കാരണം മുൾട്ടാനി മിട്ടിയും മഞ്ഞളെന്നൊക്കെ പറഞ്ഞാൽ അതായത് സണ്ണിന് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പം നമ്മുടെ സ്കിന്നിലുള്ള കളർ നന്നായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അകത്തിരിക്കുന്നവരും അപ്ലൈ ചെയ്യേണ്ടെന്നല്ല, കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ പുറത്ത് പോകുന്നത് നമ്മുടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് അപ്ലൈ ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഉപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നോർമലായിട്ട് നിങ്ങൾ ഐസ് ക്യൂബ്സ് വെച്ചിട്ടുള്ള ഫേസ് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും രാവിലെ ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള സംഭവമാണ്. ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.